സങ്കടം കാരണം വീട്ടിൽ പോകാതെ സാങ്ജനെ വിളിച്ചു വരുത്തി നടന്ന കാര്യങ്ങളൊക്കെ സുഹുക്ക് പറയും. സാങ്ജന് വിശ്വസിക്കാൻ വയ്യ. ഇത് കൊടുത്തിട്ടും യൂറി വേണ്ട, നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്ന് പറഞ്ഞു. അതിനുള്ള സാധ്യതയില്ലല്ലോ, വേറെ എന്തെങ്കിലും റീസൺ കാണുമല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കും. എൻ്റെ കൂടെയുള്ള ലൈഫ് അവൾക്ക് ഹെല്ലായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേസിനും ക്രിസ്മസ് ഈവിനും ന്യൂ ഇയറിനും എല്ലാം ഞാൻ ഒരുമിച്ചാണ് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അന്നേരം ഞാൻ വേറെ ഒരു പരിപാടിക്കും പോയിട്ടില്ല. പിന്നെ അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം മുഴുവൻ അവളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും എന്നോട് അവൾ അതാണ് പറഞ്ഞതെന്ന് പറയും. അപ്പം നീ റിങ് കൊടുത്തപ്പോൾ യൂറി ശരിക്കും നിന്നോട് എന്താണ് പറഞ്ഞത്? അപ്പോൾ സാങ്ജിൻ ചോദിക്കും, അതെ എങ്ങനെയാ, എനിക്കത് കൊടുക്കാനായിട്ട് പറ്റിയില്ല, അവൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ റിങ് കൊടുത്തില്ല എന്ന് പറയും. ഉടനെ സാങ്ജിൻ പറയും, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് പെൺകുട്ടികളുടെ മനസ്സറിയത്തില്ല. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നീ ഈ റിങ് എടുത്തു കൊടുത്തിട്ട് എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിൽ യൂറിയുടെ ദേഷ്യമൊക്കെ അന്നേരം പോയേനെ. അത് നീ ചെയ്തില്ല, അപ്പം തെറ്റ് നിന്റെ ഭാഗത്താണെന്ന് പറയും. ഇവനോടനെ പറയും, അതൊന്നും അല്ല, ഇത് ബോറ കാരണമാണ് ഇത് സംഭവിച്ചത്, അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള മീറ്റിംഗ് ക്യാൻസൽ ചെയ്തേക്ക്, അവരുമായിട്ട് ഞാൻ ഇനി മീറ്റ് ചെയ്യത്തില്ല എന്ന് പറയും. ഇവൻ അവിടുന്ന് കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത്. റോഡിൽ കൂടെ എല്ലാം കരഞ്ഞുകൊണ്ട് നടക്കും. ടി വിയിൽ ഒരു റൊമാൻറ്റിക് ഡ്രാമ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നായകൻ നായികയെ പ്രപ്പോസ് ചെയ്യുകയാണ്. അത് കാണുന്ന ഉടനെ ജുവാൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ സങ്കല്പിച്ചുകൊണ്ട് സ്വപ്നലോകത്തിലാണ് ബോറ. ഇവളെന്താണ് ഈ കാണിക്കുന്നതെന്ന് അനിയത്തിയായ ബോമി വന്ന് നോക്കുന്നുണ്ട്. ഇതേ ഡ്രാമ തന്നെ യൂജൻ വീട്ടിൽ നിന്ന് കണ്ടോണ്ടിരിക്കുകയാണ് ഹസ്ബൻഡായ ജിൻബുയുടെ കൂടെ. അപ്പൊ ഇത് കാണുന്നുണ്ട് അവള് ചോദിക്കും, എന്തുകൊണ്ടാണ് എന്നെ പ്രപ്പോസ് ചെയ്യാതിരുന്നതെന്ന്. ആ സമയത്ത് എനിക്ക് കമ്മിറ്റഡ് ആകണം എന്ന് ആഗ്രഹമില്ലായിരുന്നു എന്ന് ജിൻബു തിരിച്ചു പറയും. പിന്നെ എന്തിനാണ് ഞാൻ എന്നെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചതെന്ന് ഇവള് ചോദിക്കുന്നുടനെ ഞാൻ എല്ലാത്തിനും എസ്സേ പറയാറുള്ളൂ എന്ന് അറിയത്തില്ലെന്ന് ജിൻബു തിരിച്ചു ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ആകെ ദേഷ്യമാവും. കല്യാണം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ സത്യം അറിയുന്നത്, ഞാൻ നേരത്തെ അറിഞ്ഞില്ലല്ലോ നമ്മൾ ദേഷ്യത്തോടെ പറയും. ഇന്ന് കാണണമെന്ന് ജുവാൻ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ട് അവളുടെ ഒരു ഡ്രസ്സ് നോക്കുമ്പോൾ കാണത്തില്ല. അങ്ങനെ പോയി അനിയത്തിയെടുത്ത് ചോദിക്കും, ഞാൻ അറിയാതെ നീ ഡ്രസ്സ് എടുത്തു വന്നു. അപ്പോൾ അനിയത്തി എവിടെ കാണാൻ നോക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഇന്ന ഡ്രസ്സാണെന്ന് പറയുമ്പോഴത്തേക്കും പതുക്കെ അത് എടുത്തു കൊടുക്കും. അപ്പോൾ ഇവളറിയാതെ ഒരു ദിവസം അനിയത്തി അത് എടുത്തിട്ടുകൊണ്ട് പോയതാണ്. അതിലാകെ ചെളിയൊക്കെ ആയി ഇരിപ്പുണ്ട്. അത് വാഷ് ചെയ്തപ്പോൾ അതെല്ലാം സ്പ്രെഡായി കളറായി ഡ്രസ്സ് നശിച്ചു. അപ്പം ബോറ അവളെ വഴക്ക് പറയും, ഇത്രയും ഡ്രസ്സ് ഇല്ലേ, പിന്നെ എന്തിനാണ് ഇത് തന്നെ ഇടണമെന്ന് നിർബന്ധം, ഈ കളറാണെങ്കിൽ നിനക്ക് ചേരത്തുമില്ല എന്ന് അനിയത്തി പറഞ്ഞു കൊടുക്കും. അപ്പോൾ എനിക്ക് ഏതാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അനിയത്തി പറയുന്ന കൂട്ട് ആ ഡ്രസ്സൊക്കെ ഇട്ട് അനിയത്തി പറഞ്ഞ കൂട്ടാണ് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് അവൾ പോകുന്നത്. അവിടുന്ന് അവൾ റേഡിയോ ഷോയ്ക്കാണ് പോകുന്നത്. തലേദിവസത്തെ അവരുടെ സെഗ്മെന്റിന് വലിയ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ ആ സംസാരമൊക്കെ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അൺഫിൽറ്റേർഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്തുണ്ടെങ്കിലും അവൾ മറച്ചു വെക്കാതെ തുറന്നു പറയുന്നു. അതൊക്കെയാണ് ആൾക്കാർ അവളിൽ കണ്ട പോസിറ്റീവ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആഴ്ച എല്ലാം ഇങ്ങനെ തന്നെ പോകണം. അങ്ങനെയാണെങ്കിൽ റേഡിയോയിലെ പ്രോഗ്രാംസ് ഒക്കെ റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാം ഫസ്റ്റ് വരണം എന്നൊക്കെ സ്റ്റാഫ് ഇവളോട് പറയും. ബോറെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ ജുവാൻ വരും. കാറിൽ കയറി കഴിയുമ്പോഴത്തേക്കും ഈ പുറകിൽ എന്തോ അടഞ്ഞില്ലെന്ന് തോന്നുന്നു, അടുക്കി ഒന്ന് നോക്കുകയും ചോദിക്കും. അപ്പോൾ ഇവളാണെങ്കിൽ ഫുൾ സങ്കല്പിച്ചായിട്ടാണ് ഇറങ്ങുന്നത്. അവിടെ ഫുൾ ബലൂൺ വെച്ചേക്കുന്നു, ഫ്ലവേഴ്സ് വെച്ചേക്കുന്നു, എന്നിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷെ ചെന്ന് നോക്കുന്ന തന്നെ ബാഗ് എന്തോ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ടത് അടയാതിരുന്നതാണ്. അവിടുന്ന് നേരെ കൊണ്ടുവന്നത് തിയേറ്ററിലാണ്. അപ്പോൾ അവിടെ സ്പെഷ്യലായിട്ട് വീഡിയോ ഒക്കെ വെച്ചിട്ട് ഇവളെ പ്രപ്പോസ് ചെയ്യാനാണ് നമ്മൾ വിചാരിക്കും. പക്ഷെ അതുമല്ല, അവിടുന്ന് ബോറെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ജ്യൂസ് കുടിച്ചതിൻ്റെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് കയ്യിലെടുത്ത് കൊടുത്തിട്ടാണ് അവൻ പോകുന്നത്. റിങ്ങിന് പകരം ബോറയ്ക്ക് കിട്ടുന്നത് വേസ്റ്റ് ആണ്. ഈ ദേഷ്യത്തിന് സങ്കടത്തിലാണ് ബോറ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ അനീതിയുടെ ഫോൺ ഇരിക്കുമായിരിക്കും. അതിലൊരു മെസ്സേജ് വരും. അതെന്താണെന്ന് നോക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അകത്തുനിന്ന് അനീതി ഓടി വന്നിട്ട് അത് നോക്കല്ലേ എന്ന് പറയും. എന്നിട്ട് ഇവളുടെ അടുത്ത് പൈസ ചോദിക്കും. നിന്റെ ക്രെഡിറ്റ് കാർഡ് എന്ത് ചെയ്യാൻ ചോദിക്കുമ്പോഴത്തേക്കും അത് ഞാൻ ഒരുപാട് ചിലവാക്കുന്നുണ്ട്, ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടേക്കാണെന്ന് അനീതി പറയും. അപ്പോൾ ബോറയ്ക്ക് സംശയം തോന്നും, നീ അത് ലിമിറ്റ് കഴിഞ്ഞിട്ടും ചിലവാക്കിയതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അനിയത്തി മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഇവള് വഴക്ക് പറയും, നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ എത്രയൊക്കെ പൈസയാണ് ചിലവാക്കുന്നത് നീ ഒന്ന് അന്വേഷിച്ച് നോക്കണം, കുറച്ചൊക്കെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പൈസ ചിലവാക്കാനൊക്കെ, ഇങ്ങനെ ഇത്രയും ധാരാളിത്തമൊന്നും കാണിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട്. അനിയത്തിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇവളാണെങ്കിലും കുറച്ച് പൈസ കൊടുത്തിട്ട് ഇനി പൈസയുടെ ആവശ്യമുള്ളപ്പോൾ എന്നോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കാർഡ് തിരിച്ചു ചോദിക്കും. അപ്പോൾ ഓൾറെഡി ഞാനത് ബ്ലോക്ക് ചെയ്തേക്കാണ്, ഇനി എനിക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭൂമി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിർബന്ധപൂർവ്വം ബോറ ഇത് വാങ്ങിക്കും. രാത്രി ഒരുപാട് സമയം കഴിയുന്നത് വരെ പുറത്തൊന്നും പോകരുത്, തിരിച്ച് പെട്ടെന്ന് വന്നോണം, ഞാനിവിടെ ഉറങ്ങാതെ നോക്കിയിരിക്കുന്നു പറഞ്ഞാണ് വിടുന്നത്. ഇപ്പം പുറത്തിറങ്ങുന്ന തന്നെ ബോറയുടെ ഹീൽസ് അവിടെ കിടക്കുന്ന കാണുമ്പോൾ അത് ഇട്ടുകൊണ്ടാണ് അനിയത്തി പോകുന്നത്. അവിടുന്ന് അനിയത്തി പോകുന്ന ഒരു നൈറ്റ് ക്ലബ്ബിലേക്കാണ്. അപ്പോൾ അവിടെ കുറേ പയ്യന്മാർ വരും. ഇവരെല്ലാം മിലിറ്ററിയിൽ നിന്ന് ലീവിന് വന്നേക്കാണ്. ഇവളവിടെ നിൽക്കുമ്പോൾ അവളെ കാണുന്നുണ്ട് തന്നെ അതിൽ കൂടുതലൊരു പയ്യനെ ഇഷ്ടപ്പെടും. അവൻ വന്ന് നമ്പർ ചോദിക്കും. ഇവൾ അന്നേരം നമ്പർ കൊടുക്കും. അപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണോ എക്സ്ചേഞ്ച് സ്റ്റുഡൻ്റ് ആയിട്ട് വന്നാണോ എന്നൊക്കെ ഭൂമി ചോദിക്കുന്നുണ്ട്. അപ്പം ആ സൗണ്ടിൻ്റെ ഇടയ്ക്ക് എന്താണ് ചോദിക്കുന്നതെന്ന് അവനും തിരിയുന്നില്ല. നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ഇവൻ അന്നേരം തന്നെ ഇവളുടെ ഫോണിലേക്ക് ഡയൽ ചെയ്ത് നോക്കും, നമ്പർ ഇനി തെറ്റായിട്ട് വല്ലതും ആണോ കൊടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട്.
ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരാളെ ആദ്യമായിട്ടാണ് അവൾ കാണുന്നത്. അവൾക്കത് ക്യൂട്ടായിട്ട് തോന്നും. ഇപ്പൊ ഫ്രണ്ട്സ് ഇങ്ങനെ ഇവളുടെ അടുത്ത് ചോദിക്കും, നീ എന്തിനാണ് നമ്പർ കൊടുത്തത്, നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞേക്കരുത്, എന്തായാലും കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ ഹെയർ സ്റ്റൈൽ ഒക്കെ കണ്ടില്ലേ, മിലിറ്ററിയിൽ നിന്ന് ലീവിന് വന്ന ആളുകളാണ് അവരൊക്കെ, അല്ലാതെ ഈ ലൈഫ് ഒന്നും അത്ര പരിചയമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നില്ല എന്ന് പറയും. അപ്പൊ കൂട്ടത്തില് ഒരു പെൺകുട്ടി പറയും, ഏതോ ഒരു പയ്യൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്ക് അവിടേക്ക് പോവാം, ഇന്ന് അവന്റെ ട്രീറ്റ് ആണെന്ന് പറയും. ഭൂമിക്ക് അത് ഇഷ്ടമല്ലാന്ന് മുഖത്തുനിന്ന് മനസ്സിലാവും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരും ഡ്രിങ്ക്സ് ഒക്കെ ഒഴിച്ചു കൊടുക്കും. പക്ഷേ ഭൂമി അത് കുടിക്കാതെ മാറ്റി വെക്കും. എന്നിട്ട് പുറത്തിറങ്ങി ഞാൻ പോവുക, അടുത്ത ദിവസം കാണാന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് അവിടുന്ന് പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു പയ്യൻ ഇവളുടെ പുറകെ ചെന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവിടാന്ന് പറയും. പക്ഷെ അവൻ ഇവളെ കൊണ്ട് പോകുന്നത് ഒരു ഹോട്ടലിലേക്കാണ്. അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി സ്പീഡിൽ നടന്നു പോകും. അപ്പൊ ഇവൻ പുറകെ ചെന്നിട്ട്, നീ എന്താണ് ഇത്ര ജാട കാണിക്കുന്നത്, നിന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞപ്പോഴേ നിനക്ക് കാര്യം മനസ്സിലായല്ലോ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എത്ര പൈസ ചിലവാക്കിയത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചതെന്ന് പറയും. അപ്പോൾ ഇവക്ക് ദേഷ്യം വരും. നീ എന്നെപ്പറ്റി എന്താ വിചാരിച്ചത് എന്ന് പറഞ്ഞിട്ട് ബോറ കൊടുത്ത പൈസ എല്ലാം ഇവന്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കും. നീ വിചാരിച്ച പോലെ ഒരാളല്ല ഞാൻ, നിനക്ക് തെറ്റിപ്പോയി, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്റെ കൂടെ വരാതിരിക്കാൻ വേണമെങ്കിൽ ഞാൻ ഇതിലും പൈസ ചിലവാക്കും എന്ന് പറഞ്ഞിട്ട് നടന്നു പോകും. ഇവനാണെങ്കിൽ പുറകെ ഓടി ചെന്നിട്ട് മര്യാദയ്ക്ക് അവിടെ നിന്നോ ഇല്ലെങ്കിൽ എന്ന് പറയും. അന്നേരമാണ് ഈ നമ്പർ വാങ്ങിച്ച പയ്യൻ ഇത് കണ്ടോണ്ടും കേട്ടോണ്ടും അങ്ങോട്ടേക്ക് വരുന്നത്. ഇല്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ടേ ഇവൻ ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ തിരിച്ചു പോകും. നമ്പർ വാങ്ങിച്ച പയ്യൻ എന്നിട്ട് ഇവളുടെ കൂടെ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരും. ഇവളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. എന്റെ മൂഡ് ശരിയല്ല, ഞാൻ ആകെ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുകയാണെന്ന് ഭൂമി പറയും. അപ്പൊ ഇവൾ മിണ്ടത്തില്ല അവളുടെ അടുത്ത്. ഇവളൊരു ബസ് വന്നിട്ട് അതിൽ കയറി പേ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ കാർഡിൽ പൈസ ഇല്ല. കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന പൈസ മറ്റേ പയ്യന്റെ മുഖത്തേക്ക് എറിഞ്ഞ് അവളുടെ കയ്യിൽ ബാക്കി പൈസയൊന്നുമില്ല. അപ്പം തിരിച്ചിറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ ഇവൻ പുറകെ ചെന്ന് കയറിയിട്ട് 2 പേർക്കുള്ള ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ഇവളുടെ കൂടെ ചെന്നിരിക്കും. ഇവളുടെ സ്റ്റോപ്പ് ആവുന്നുണ്ടേ ഭൂമിയുടെ കൂടെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കിനും എന്റെ കൂടെ വരരുതെന്ന് ഇവള് പറയും. അപ്പം ഇവൻ ബസ്സിനകത്ത് തന്നെ നിൽക്കും. എന്നിട്ട് ഇവള് പോകുന്നുണ്ടേ ഇവൾക്ക് ബൈ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഭൂമി ചെല്ലുമ്പോൾ ഒത്തിരി താമസിച്ചിട്ടുണ്ട്. ബോറ പറഞ്ഞുകൊണ്ട് അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഉറക്കം തൂങ്ങിയാണ് ഇരിക്കുന്നത്. ഇവളാ തക്കത്തിന് നേരെ ചെന്ന് കതക് അടച്ച് മുറിയിൽ കയറും. ബോറ പുറകെ ചെല്ലും. ഇത്രയും താമസിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ ചോദിക്കുമ്പോഴത്തേക്കിനും ഭൂമി കരഞ്ഞോണ്ട് വിളിച്ച് ചോദിക്കുന്നത് എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ്. അപ്പൊ എന്തോ പറ്റിയെന്ന് നോക്കും മനസ്സിലാവും. എന്താ പറ്റിയത്, എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഹീൽസ് കൊണ്ട് എന്റെ കാല് മുറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഭൂമി പിന്നെ കരയുന്നത്. അപ്പൊ കാലൊന്ന് കാണിച്ചെന്ന് പറഞ്ഞിട്ട് ബോറ നോക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കാര്യമായിട്ട് അനിയത്തിക്ക് എന്തോ വിഷമം ഉണ്ട്, എന്തോ സംഭവിച്ചു എന്ന് ബോറയ്ക്ക് മനസ്സിലാവും. പിറ്റേ ദിവസം ആകുമ്പോൾ സാങ്ജിന്റെ അടുത്ത് വീണ്ടും ഇതേ കാര്യം തന്നെയാണ് സുഹുക്ക് പറയുന്നത്. ബോറ കാരണമാണ് എൻ്റെ ലൈഫ് പ്രശ്നമായത്, അതുകൊണ്ടാണ് യൂറി ബ്രേക്കപ്പ് ആയത്, അതുകൊണ്ട് തന്നെ ബോറോട് കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല, മീറ്റിംഗ് ക്യാൻസൽ ചെയ്തേക്കാൻ പറയും. അപ്പൊ സാങ്ജി ചോദിക്കും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, ഞാൻ വിചാരിച്ചു നീ കുടിച്ചിട്ട് ബോധമില്ല അങ്ങനെയൊക്കെ പറയുന്നതാണെന്ന്, ഇപ്പോൾ ഓൾറെഡി മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ബോറ ഇവിടേക്ക് വരുന്നുണ്ടാവും, അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും എന്ന് ചോദിക്കും. യൂജങ്ങനെ തലേദിവസത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തമാശയാണ്. എന്നിട്ട് പക്ഷെ അവള് ബോറെ ആശ്വസിപ്പിക്കും. ഒരു ഡേറ്റിംഗ് കോച്ചിനല്ലേ പ്രപ്പോസ് ചെയ്യാനായിട്ട് പോകുന്നത്, അപ്പൊ സ്വാഭാവികമായും ജുവാൻ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം പ്രപ്പോസ് ചെയ്യാഞ്ഞതൊക്കെ പറയും. എന്നിട്ട് ഇവര് പോകുന്നത് ബോറയുടെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം യൂജിങ്ങനെ ഇവിടുത്തെ മെയിൻ എഡിറ്ററിനെ അറിയാം, സാങ്ജിൻ എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. സാങ്ജിൻ ബോറയുടെ ഒരു ആരാധകനാണെന്നും പറയും. അപ്പൊ അത് കേൾക്കുമ്പോൾ ബോറയ്ക്ക് സന്തോഷമാവും. പിന്നെ കഴിഞ്ഞ ഇടയ്ക്ക് ഇവരുടെ കുറെ ബുക്സ് ബെസ്റ്റ് സെല്ലേഴ്സ് ആയിരുന്നു. അതിൽ മെയിനായിട്ട് ഒരു എഡിറ്റർ ഉണ്ട്, സൂഹുക്ക് എന്നാണ് പേര്. നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആകാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ടെന്നൊക്കെ യൂജൻ പറഞ്ഞു കൊടുക്കും. ഇത് കേൾക്കുമ്പോൾ ബോറയ്ക്ക് എന്തായാലും ഇവിടുത്തെ കോൺട്രാക്ട് സൈൻ ചെയ്യണം എന്നൊരു ഇൻട്രസ്റ്റ് വരും. പക്ഷെ എങ്ങനെയാണ് സാങ്ജിനെ ഇത്ര പരിചയം എന്ന് ചോദിക്കും. അപ്പൊ എൻ്റെ എക്സ് ബ്രദർ ഇൻ ലോ ആയിരുന്നെന്നാണ് യൂജൻ പറയുന്നത്. അപ്പൊ യൂജങ്ങിന് വിശ്വാസമൊന്നുമില്ല. പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം യൂജൻ ചിരിച്ചുകൊണ്ട് ബോറയെ നോക്കും. അപ്പം ബോറയ്ക്ക് കാര്യം മനസ്സിലാവും. യൂജങ്ങിന്റെ ചീഫ് എഡിറ്ററുടെ ഹസ്ബൻഡ് ആയിരുന്നു. ഇവർക്ക് മീറ്റിങ്ങിനുള്ള റൂം കാണിച്ചു കൊടുക്കും. അവർ ചെല്ലുന്നുണ്ടെങ്കിൽ അകത്ത് സാങ്ജിനും സുഹുക്കും തമ്മിൽ തർക്കം തീർന്നിട്ടില്ല. അപ്പം സുഹുക്ക് പറയുന്നത് കേട്ടോണ്ടാണ് ഇവർ റൂമിന്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുന്നത്. അവൻ സാങ്ജിന്റെ അടുത്ത് ചോദിക്കുവാണ്, ഇവരാരാണ്, ഒരു ഡേറ്റിംഗ് കോച്ച് മാത്രമല്ലേ, പക്ഷെ പറയുന്നത് മുഴുവൻ റബ്ബിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു വാലിഡിറ്റി ഇല്ല അവർ പറയുന്ന കാര്യങ്ങൾക്ക്. ഇങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് നമ്മൾ ഇത്ര നിർബന്ധിച്ച് നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നത്? അവര് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരിക്കും, കുറെ ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വലിയ കാര്യമാണോ എന്ന് ചോദിക്കും. ഉടനെ സാങ്ജിൻ പറയുന്നത് അവര് അങ്ങനെ ബ്ലോഗ് ഒക്കെ എഴുതി തുടങ്ങി, സോഷ്യൽ മീഡിയയിൽ അവരുടെ ബ്ലോഗ്സ് ഒക്കെ ഹിറ്റായി തുടങ്ങിയതിന് ശേഷമാണ് അവര് ബുക്സ് ഒക്കെ എഴുതി തുടങ്ങിയത്. എത്ര ബെസ്റ്റ് സെല്ലേഴ്സ് ആണ് അവരുടെ പേരിലുള്ളതെന്ന് അറിയാമോ, നമുക്ക് അതൊന്നും ഇഗ്നോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറയും. സുഹൂക്കിനാണെങ്കിൽ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യണമെന്ന് യാതൊരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ അവനൊരു ബുക്ക് എടുത്ത് കാണിച്ചിട്ട് ചോദിക്കും, ഇതിൽ അവർ എന്താ എഴുതിയേക്കുന്നതെന്ന് അറിയാവോ, റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ഒക്കെ ഒരു ഗെയിം ആണെന്നാണ്. എന്ത് റബ്ബിഷാണ് അവർ പറയുന്നത്, അതിൽ വിന്നറും ലൂസറും ഉണ്ടെന്നാണ് പറയുന്നത്, അങ്ങനെയാണോ നമ്മൾ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ചോദിക്കും. എന്നിട്ട് ഈ ബുക്സ് എല്ലാം കൂടെ അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് അവളുടെ ഫോട്ടോസ് എല്ലാം കൂടെ കാണിച്ചിട്ട് ചോദിക്കും, ഇതിൽ കണ്ടോ ഓരോ ബുക്കിലും ഓരോ രീതിക്കാണ് അവരിയ്ക്കുന്നത്,
അതായത് വ്യത്യസ്തമായ ലുക്കുകളാണെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെ ഫ്രോഡല്ലേ എന്ന് ചോദിക്കും. ഇതും കൂടെ പുറത്തുനിന്ന് കേൾക്കുമ്പോഴത്തേക്കും ബോറയുടെ ക്ഷമ നശിക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതന്നെയാണ് കറക്റ്റ് സമയത്ത് അകത്തേക്ക് കയറി വരും. ഇവിടെ കണ്ടുകൊണ്ട് സാങ്ജിൻ ഞെട്ടും. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി, ഇനിയും കുറച്ചു നേരം കൂടെ പുറത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത വേറെ പലതും കേൾക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ അകത്തേക്ക് കയറിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ബോറ അകത്തേക്ക് വരുന്നത്. സാങ്ജിൻ ഇവളെ കണ്ട് ഞെട്ടും. സൂഹുക്ക് ഇങ്ങനെ നോക്കുന്നതന്നെയാണ് അവളെ തിരിച്ചറിയുന്നത്. റിംഗ് വാങ്ങിക്കാൻ ചെന്നപ്പോൾ കണ്ട ആളാണ്, അവന് ഉപദേശം കൊടുത്ത ആളാണ്. ആ റിംഗ് അധികം മുറുക്കി കെട്ടരുത്, അടുത്ത ദിവസം റീഫണ്ടിന് വരും എന്നൊക്കെ ഇവള് കളിയാക്കി പറഞ്ഞതെല്ലാം അന്നേരമാണ് അവന് ഓർമ്മ വരുന്നത്. അപ്പം ഇതാണ് സൂഹൂക്ക് എന്ന് പറഞ്ഞിട്ട് സാങ്ജിൻ പരിചയപ്പെടുത്തി കൊടുക്കും. സ്വന്തമായിട്ടും പരിചയപ്പെടുത്തും. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് ചേർന്നിട്ടാണ് പബ്ലിഷിംഗ് കമ്പനിക്ക് പേരിട്ടേക്കുന്നതെന്ന് പറയും. അപ്പൊ ഇവനെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് കൈ നീട്ടുന്നുണ്ടെ ഇവനെ എഴുന്നേക്കുന്നുണ്ടെയാണ് ഇവളും ഇവനെ തിരിച്ചറിയുന്നത്. ആ റിംഗ് വാങ്ങിച്ച ആളല്ലേന്ന് ചോദിക്കും. അപ്പം ബോറൊക്കെ അവനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെയും ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. ഇവര് മീറ്റിങ്ങിന് ഇരിക്കുമ്പോഴത്തേക്കിനും ബോറ പറയും, നമ്മൾ നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നമുക്ക് പരിചയമുണ്ടല്ലോ, ഓർമ്മയില്ലേന്ന് ചോദിക്കും. അപ്പൊ സുഹൂക്കിന് അവന്റെ അടുത്താണോ എന്നുള്ള സംശയം, എല്ലാവർക്കും അവരെയാണോ പറയുന്നത് എന്നുള്ള സംശയമാണ്. പക്ഷെ ഇവള് നോക്കുന്നത് സാങ്ജിനെയാണ്. സാങ്ജി ചോദിക്കും, നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്, എപ്പോഴാണ്, എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇയാളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ട്, നമ്മൾ ഒന്നിച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പം യൂജങ്ങിനാണെങ്കിൽ പറഞ്ഞും പോയല്ലോ എന്നുള്ള അവസ്ഥയാവും. അപ്പൊ ആണോ, ഞാൻ ഓർക്കുന്നില്ല എന്ന് സാങ്ജിൻ പറയും. അവന് മനസ്സിലാവും സുഹൂക്കിന്റെ അടുത്തുള്ള ദേഷ്യം അവൻ്റെ അടുത്ത് തീർക്കുന്നതാണെന്ന്. എന്നിട്ട് സുഹൂക്കിന്റെ അടുത്ത് ബോറ ചോദിക്കും, ഇപ്പൊ എല്ലാവരും ഫോട്ടോസൊക്കെ റീടച്ച് ചെയ്യുമെന്നൊന്നും ഇയാൾക്ക് അറിയത്തില്ലേ? അതോ ഇനി ഞാൻ എൻ്റെ ഫോട്ടോസിന്റെ എല്ലാം താഴെ ഡിസ്ക്ലെയിമർ വെക്കണോ, ഇതിൽ നിന്ന് വ്യത്യാസമായിരിക്കും ശരിക്കുള്ള വ്യക്തി എന്നൊക്കെ ഡിസ്ക്ലെയിമർ വെക്കണോ എന്ന് ചോദിക്കും. ഉടനെ ഇവൻ തിരിച്ച് ആ വെച്ചാൽ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇയാളെ റൂളാണെന്ന് ഇവള് പറയുന്നുണ്ടേ ആണോ എന്ന് ഇവൻ തിരിച്ചു ചോദിക്കും. ആണെന്ന് ഇയാൾക്ക് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടേ തിരിച്ച ചോദ്യം ചോദിക്കുന്നത് എന്തിനാണെന്ന് ഇവൻ ചോദിക്കും. ഇയാളും അത് തന്നെയാണല്ലോ ചെയ്യുന്നതെന്ന് ബോറ മറുപടി പറയും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. ഇതിന്റെ ഇടയ്ക്ക് പെട്ടുപോകുന്നത് സാങ്ജിനും യൂജങ്ങുമാണ്. ഇയാളൊരു ഡേറ്റിംഗ് കോച്ചൊക്കെ അല്ലേ, അപ്പം ബാക്കിയുള്ളവർക്ക് ഇയാളെ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഇയാൾ അങ്ങനെയൊന്നും അല്ല എന്ന് ഉടനെ സുഹൂക്ക് പറയും. ബോറ ഉടനെ ഇവനെ നോക്കിയിട്ട് ചോദിക്കും, ഞാൻ അട്രാക്റ്റീവ് അല്ല എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കോച്ച് ഒരിക്കലും ഫീൽഡിൽ ഇറങ്ങി കളിക്കാറില്ലല്ലോ, പ്ലേയേഴ്സിന് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാറേ ഉള്ളൂ. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഫീൽഡിൽ ഇറങ്ങത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഒരു പേർപ്പസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇയാളത് ചെയ്യത്തുള്ളൂ എന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് ഇവൻ തിരിച്ചു ചോദിക്കും. ഇയാളെ സെഡ്യൂസ് ചെയ്യാനാണോ ഇയാൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ഇവള് തിരിച്ചു ചോദിക്കും. അങ്ങനെ ആകെ പ്രശ്നമാണ് അവിടെ. അപ്പൊ അത് ഇയാളെ കൊണ്ട് സാധിക്കുമോ എന്നും കൂടി ഇവൻ ചോദിക്കും. അപ്പൊ ഇവക്ക് ദേഷ്യം വരും. ഇവള് തിരിഞ്ഞ് യൂജങ്ങിന്റെ അടുത്ത് ചോദിക്കും, മറ്റേ ആ K-pop ആൽബത്തിന്റെ പേരെന്തായിരുന്നു, 10 minutes എന്നാണോ എന്ന് ചോദിക്കും. അപ്പം 10 minutes മതി എന്നാണ് ഇവൾ ഇംപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഉടനെ ഇവൻ ആണെങ്കിൽ സാങ്ജിന്റെ അടുത്ത് ചോദിക്കും, മറ്റേ ബുക്കിന്റെ പേരെന്തായിരുന്നു, 100 വർഷത്തിന് ശേഷമോ അതോ 500 വർഷത്തിന് ശേഷമോ എന്ന്. സാങ്ജിനും യൂജങ്ങിനും ഈ വഴക്കിനിടയ്ക്ക് നിസ്സഹായരായിട്ട് ഇരിക്കേണ്ടി വരും. ഇയാൾ പറഞ്ഞു കൂട്ടൊന്നുമല്ല കേട്ടോ, ഇതൊരു ഗെയിം തന്നെയാണ്. ആരാണ് വിന്നർ അവർ ഡംപ് ചെയ്യും, ആരാണ് ലൂസർ അവരെ മറ്റേയാൾ ഉപേക്ഷിക്കും. അതാണ് സത്യം. അപ്പൊ വിന്നറും ലൂസറും ഉണ്ടെന്ന് ബോറ സുഹൂക്കിനടുത്ത് പറയും. ഇവിടെ എന്നിട്ട് സുഹൂക്കിന് അവിടെ പറയും, ഇയാൾക്ക് അത് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഇവനുടനെ പറയുന്ന അതെന്താണെന്ന് കൃത്യമായിട്ട് പറയണം, ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഇവക്ക് ദേഷ്യം വരും. എന്തായാലും നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യണം എന്ന് പറയും. അപ്പം പ്രശ്നമാവുമെന്ന് മനസ്സിലായിട്ട് സാങ്ജിൻ ചാടി എഴുന്നേറ്റ് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ ഇയാൾക്ക് സമ്മതമാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ മറുപടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നാണ് ബോറ പറയുന്നത്. ഈ അത് എന്തായിരുന്നെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നു എന്ന് സുഹൂക്ക് വീണ്ടും പറയും. ഇത് കേൾക്കുന്നുണ്ട് ബോറ പറയും, ഇത് ചില റെസ്റ്റോറൻറ്റ്സിന്റെ ഓണേഴ്സൊക്കെ ട്രിക്ലി ആയിട്ടുള്ള സ്വഭാവമുള്ള ഓണേഴ്സ് കാണിക്കുന്നത് പോലെയാണ്. അവര് ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ചിട്ട് പറയും, ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിക്ക് സംസാരിക്കാറുണ്ട്, ഇയാൾ അതുപോലെയാണെന്ന് പറയും. ആണോ എന്ന് ഇവനുടനെ ചോദിക്കും, അല്ലെങ്കിൽ ഇവളുടനെ തിരിച്ചു ചോദിക്കും. അപ്പൊ സാങ്ജി ചോദിക്കും, എന്തിനാണ് നീ വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, എന്താണ് കാര്യം എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ന് ചോദിക്കും. അപ്പം ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ വെച്ച് നിർത്താം, എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ, പോകാം എന്ന് പറയും. രണ്ടുപേർക്കും എങ്ങനെയെങ്കിലും ഈ മീറ്റിംഗ് ഒന്ന് നിന്നാൽ മതി. സാങ്ജിൻ പറയും, ഞാൻ ട്രീറ്റ് ചെയ്യാം, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമോ എന്ന് ചോദിക്കുമ്പോൾ ബോറ ഇതിന് സമ്മതിക്കും. അപ്പം ഇവനെ പിടിച്ചു വലിച്ചുകൊണ്ടാണ് സാങ്ജിൻ വരുന്നത്. ഇതിൽ കൂടുതൽ നീ ഇത് മെസ്സപ്പാക്കരുത്, ഈ കോൺട്രാക്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം കഷ്ടത്തിലാവും എന്ന് പറയും. ബോറൊക്കെയാണെങ്കിൽ ഇവൻ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്, എന്താണെങ്കിലും സംസാരിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അവർ വിളിച്ചിട്ടല്ലേ ഞാൻ ചെന്നത്, അവരല്ലേ കോൺട്രാക്ട് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്തത്, പിന്നെന്താണ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എന്താ അയാളുടെ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പം യൂജൻ പറയും, സാധാരണ സുഹൂക്ക് ഇങ്ങനെയല്ല, എന്താ പറ്റിയെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ നീ നിന്റെ സ്വഭാവത്തിന് ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് എന്തിനാണ് അത് ചെയ്യാമെന്ന് സമ്മതിച്ചത്, ഞാൻ വിചാരിച്ചു നീ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുമെന്ന് അവൾ പറയുന്നുണ്ടേ. ഇറങ്ങിപ്പോയാൽ ഞാൻ തോറ്റു കൊടുക്കുന്നത് പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടാവും,
എന്താണെന്നറിയത്തില്ല, എനിക്ക് അന്നേരം അങ്ങനെ പറയാൻ തോന്നിയത് ബോറ പറയും. അവിടെ ചെല്ലുന്നുണ്ടെ സാങ്ജൻ ബോറയുടെ നമ്പർ വാങ്ങിക്കും. പക്ഷെ സുഹു കനകാതെ നിൽക്കും. അപ്പൊ അവനെ കൊണ്ട് നിർബന്ധിച്ച് അവനിങ്ങനെ കണ്ണൊക്കെ കാണിച്ചിട്ടാണ് അവൻ വാങ്ങിക്കാനായിട്ട് സമ്മതിക്കുന്നത്. ഇവൻ പക്ഷേ സാങ്ജനെ പോലെ തിരിച്ച് ഡയൽ ചെയ്യത്തില്ല. അപ്പൊ ഇവള് പറഞ്ഞ് ഡയൽ ചെയ്യിക്കും. അവിടെ നിന്ന് അവർ പിന്നീട് വേറെ സ്ഥലത്തൊക്കെ പോകും. അങ്ങനെ രാത്രിയാവും. ടാക്സിക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് വന്ന് നിൽക്കുന്നത്. ഉടനെ ബോറ സുഹുവിൻ്റെ അടുത്ത് ചോദിക്കും, ഇയാളെ റിംഗ് കൊടുത്തു വന്നു. അവനുണ്ടെ ചോദിക്കുന്നത് അതിന് ഇയാൾ അറിയുന്നതെന്നാണ്. അല്ല, ക്യൂരിയോസിറ്റി കാരണം ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും, ഇയാളുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ റിങ്സ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് അതിനെപ്പറ്റി അറിയുന്നതെന്ന് ചോദിക്കും. ഇവൾ ഉടനെ അവളുടെ റിംഗ് ഫിംഗർ കാണിച്ചിട്ട്, അല്ല എല്ലാ വിരലിലുണ്ട്, ഈ വിരലിൽ എനിക്കില്ല എന്ന് പറയും. കളിയായിട്ട് പറയുന്നതാണ്. എന്നിട്ട് ചിരിക്കും. ഇയാൾക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലേ എന്ന് വീണ്ടും ചോദിക്കുമ്പോഴത്തേക്കിനും, എനിക്ക് കൊടുക്കാൻ പറ്റാഞ്ഞതല്ല, ഞാൻ കൊടുക്കാഞ്ഞതാണ്. ഒരാൾക്ക് ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ആൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത് എന്തിനാണ്, അങ്ങോട്ടേക്ക് അങ്ങ് ചോദിച്ചാൽ പോരെ എന്ന് ചോദിച്ചിട്ട് ഇവൻ തിരിഞ്ഞു നിൽക്കും. അതിനാണ് പെട്ടെന്ന് ഇവക്ക്, ശരിയാണല്ലോ, ജുവാൻ തരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്, എനിക്ക് പോയി ചോദിക്കാമല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നത്. അപ്പൊ തന്നെ ഇവനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോയി ഗുഡ് ലക്ക് ഒക്കെ പറഞ്ഞിട്ട് ഇവള് ടാക്സി കയറി പോകും. ഇവനന്നേരം ഫോൺ ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ടെ അത് ബോറയുടെ ഫോണാണെന്ന് മനസ്സിലാവും. അപ്പൊ അവള് പോയ ടാക്സിയുടെ പുറകെ വേറൊരു ടാക്സിയിൽ കയറിയിട്ട് ഇവനും ജുവാനെ വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ബോറ ഫോൺ എടുക്കുമ്പോഴാണ് മാറിപ്പോയി എന്ന് മനസ്സിലാവുന്നത്. പക്ഷെ ഈ സന്തോഷത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുകയോ അത് കാര്യമാക്കുകയോ ചെയ്യുന്നില്ല. ജുവാനെ മീറ്റ് ചെയ്യാൻ പോവാണ്, അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. ആ സന്തോഷത്തിലാണ് അവിടെ ചെന്ന് ഇറങ്ങുന്നത് വീടിന്റെ ഫ്രണ്ടിൽ. അവൾ എന്നിട്ട് നോക്കുമ്പോഴത്തേക്കും അവന്റെ കാർ അവിടെ വീടിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നതാണ്. പക്ഷെ നോക്കുമ്പോൾ അതിനകത്ത് ഇരുന്നിട്ട് അവൻ വേറെ ഒരു പെൺകുട്ടിയെ കിസ് ചെയ്യുന്നതാണ് അവൾ കാണുന്നത്. ആ സമയത്ത് തന്നെയാണ് സുഹൂക്ക് പുറകെ വന്ന് ടാക്സിയിൽ ഇറങ്ങുന്നത്. ഇവളെ കാണുന്നുണ്ടെങ്കിൽ വിളിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ അവൾ അങ്ങനെ ഫ്രീസ് ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇപ്പൊ എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലാവും. അവൻ അങ്ങോട്ടേക്ക് നോക്കും. ബോറ അങ്ങനെ തന്നെ ഞെട്ടി അവിടെ ഇങ്ങനെ നിൽക്കും.